തമിഴ്നാട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. കന്യാകുമാരിയിലേക്ക് നമ്മൾ പോകുന്നില്ല. കന്യാകുമാരി ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ശുചീന്ദ്രൻ ക്ഷേത്രത്തിന് സമീപത്തോടെ കടന്നു പോകുന്ന റോഡാണ്. അപ്പോൾ ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരിക്ക് എത്താം. അപ്പോൾ ഏതാണ്ടത് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും കന്യാകുമാരി. എന്തായാലും നമ്മൾ വന്ന സമയത്ത് കറക്റ്റ് സൺറൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചാൽ നേരെ ട്രിവാൻഡ്രത്ത് വന്നു. അവിടെ തമ്പാനൂരിൽ നിന്ന് നേരെ നാഗർകോവിൽ ബസ് പിടിച്ചു. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കന്യാകുമാരി ബസ് കയറിയിട്ടാണ് നമ്മളിവിടെ ഈ ക്ഷേത്രത്തിന് സമീപത്താണ് ഇറങ്ങിയത് കേട്ടോ. ആ തെങ്ങിൻ്റെ മേളിലൊരാളുണ്ടേ. രാവിലെ തന്നെ തേങ്ങയിടുന്ന ജോലിയാണ് കേട്ടോ. വളരെ ശ്രദ്ധിച്ചാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇതൊരു മെയിൻ റോഡായതുകൊണ്ട് തന്നെ അല്പം ഒന്നും തെറ്റിക്കഴിഞ്ഞാൽ വഴി കൂടെ പോകണ വണ്ടിയുടെ മേളിലോ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ തല വീണ് കഴിഞ്ഞാൽ പ്രശ്നം ആകുമല്ലോ. അതുകൊണ്ട് തന്നെ നോക്കി കണ്ടൊക്കെയാണ് പണി ചെയ്യുന്നത് കേട്ടോ. പിന്നെ റോഡിൽ വീഴുന്ന തേങ്ങകളൊക്കെ പറക്കാനായിട്ട് കൃത്യമായിട്ട് രണ്ടുപേരും അവിടെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പുറകിലായിട്ടാണ് ബസ് ഇറങ്ങിയത്. അവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഗേറ്റ് മാത്രമല്ല, അതെ ഇതിലേ നമുക്ക് ഇപ്പോൾ ഇതിലെ പോയാൽ ആ ഗോപുരത്തിൻ്റെയൊക്കെ മുന്നിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കളർഫുള്ളായിട്ടുള്ള കുറേ വീടുകളൊക്കെ കാണാവേ. അഗ്രഹാരങ്ങളൊക്കെയാണ് ഈ കാണുന്നതല്ല കേട്ടോ. ഈ സൈഡിൽ രണ്ട് സൈഡിൽ മൊത്തം കൂടുതലും അഗ്രഹാരങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ചെറിയ ഫ്ലാറ്റുകൾ കാണാം. കൂടുതലും കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ അതങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. എന്തായാലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല. കണ്ടോ ആ മുന്നിൽ കാണുന്നുണ്ടല്ലേ, അതാണ് ക്ഷേത്ര ഗോപുരം. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളുടെയൊക്കെ പേരെഴുതിച്ചിട്ടുണ്ട്. കന്യാകുമാരി 15 കിലോമീറ്റർ നേരെ പോയാൽ 15 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കന്യാകുമാരി എത്താം കേട്ടോ. നേരെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. കന്യാകുമാരി നേരെയാണ്. നേരെ വെച്ചാൽ ഇത് വൺ വേ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടുള്ള വണ്ടികൾക്ക് മാത്രമാണ് കടന്നു വരാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ പാലം കയറിയിട്ട് അങ്ങനെ കറങ്ങി ഇതേ ആ വഴി നേരെയാണ് കന്യാകുമാരിക്ക് പോകുന്നത്. അപ്പോൾ ഇതിലൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒഴുക്കൊക്കെ വളരെ കുറവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുകുന്നത് കേട്ടോ. വെള്ളമൊക്കെ ഭയങ്കര മലിനമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ആ പുഴയുടെ കരയിലായിട്ട് ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഒരാൾ ചൂണ്ടയിട്ടേക്കുന്നുണ്ടോ, ആ ഒഴുക്കിലാണ് ഇട്ടേക്കുന്നത്. അതങ്ങനെ നല്ല നീളത്തിലങ്ങ് പോയിട്ടുണ്ട്. ഈ വെള്ളം ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. അഴുക്കും വേസ്റ്റും എല്ലാം കൊണ്ട് തള്ളി അങ്ങനെ ഒരവസ്ഥയിലാണ് കിടക്കുന്നത് കേട്ടോ. അവിടെ മീനെ കിട്ടിയിട്ടുണ്ടല്ലോ. കരിമീനാണോ, സിലോപ്പിയ അല്ലേ, സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു വന്ന ശുചീന്ദ്ര ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് കന്യാകുമാരി റൂട്ടിൽ ഒരല്പ ദൂരം വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു വഴുക്കുംപാറ എന്നാണ് കേട്ടോ, വഴുക്കുംപാറ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ ഈ റോഡ് ചെന്ന് കണക്ട് ചെയ്യുന്നത് ഹൈവേയിലേക്കാണ്. അപ്പോൾ ഹൈവേ വഴി നേരെ പിടിച്ച് കഴിഞ്ഞാൽ കന്യാകുമാരിക്ക് പോവാം. അപ്പോൾ സ്കൂൾ ടൈമാണേ. ഇത് അവിടെ ഒരു ചെറിയൊരു അമ്പലം കാണാം കേട്ടോ, ഈ ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെ. ഈ ഹൈവേയുടെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, കണ്ടില്ലേ. കന്യാകുമാരിക്ക് പോകുന്ന മെയിൻ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഹൈവേയുടെ അടിക്കോടെ നേരെ മയിലാടി പോകുന്ന റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്കിവിടുന്ന് ബസ് കിട്ടും പോകാനായിട്ട്. പക്ഷേ ബസ് പിടിച്ച് കഴിഞ്ഞാലേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സാവും. അതുകൊണ്ട് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് അമ്പലങ്ങൾ കാണാം കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, എവിടെ നോക്കിയാലും നമുക്ക് അമ്പലങ്ങൾ. അതിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിലും ടൗണിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അമ്പലങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം കേട്ടോ. കാരണം നമ്മുടെ മലയാളികൾ നമ്മുടെ നാട്ടിലൊക്കെ പണിയുന്ന രീതിയിലുള്ള വീടുകൾ ഇവിടെയൊക്കെ മലയാളികൾ കാണും കേട്ടോ. അമ്പലം മാത്രമല്ല, അതിനോട് ചേർന്ന് ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതൊരു CSI ചർച്ചാണ്. CSI മണവിലൈ എന്നാണോ മണവിളൈ എന്നാണോ, എന്തായാലും ഒരു പ്രത്യേക ആകൃതിയിലുള്ള പള്ളി. ആ പള്ളിയുടെ ബാക്കിലേക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുരിശുപള്ളികളൊക്കെ പോലെ ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ബാക്കിലേക്ക് നല്ല ലെങ്ത് ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ കാണത്തില്ല കേട്ടോ, വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം മണവിളൈ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇതേ ഗ്രാമത്തിനോട് ചേർന്ന് ചെറിയൊരു ചന്ത പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡെയിലി നടത്തുന്നൊരു ചന്തയാണ്. ചന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു ചന്തയൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറച്ച് പേര് ഗ്രാമത്തിലുള്ളവർ അവർ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ചന്തയാണ്. ഇവിടെ വിൽക്കാനായിട്ട് ധാരാളം പേരൊക്കെ കാണാം. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളെല്ലാം നിരത്തി ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ പഴമൊക്കെ കണ്ടോ, ഇങ്ങനെ ഓരോ പെടലയായിട്ടാണ് വിൽക്കുന്നത്. ഇത് നമ്മുടെ ഞാലിപ്പൂവനല്ലേ. ഇത് കിലോ ഒരു എவ்வளோ ഇത് 20 രൂപ. ഒരു പെടല 20 രൂപയാണ്. അതുപോലെ ഏത്തക്കായുണ്ട്, മുരിങ്ങയില, പച്ചക്കറികൾ ഒരുവിധപ്പെട്ട എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. എவ்வளோ ഇത് 5 രൂപ. ഒരെണ്ണത്തിന് 5, ഒന്ന് 5 രൂപ. ഒരെണ്ണത്തിന് 5 രൂപ. തേങ്ങയുണ്ട് കേട്ടോ, തേങ്ങ. ഇതെവളോ തേങ്ങ എവളോ കിലോ 60 രൂപ. കറിവേപ്പില ഉണങ്ങിയതും പച്ചയൊക്കെ ഉണ്ട്. കുറേശ്ശേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ പച്ചക്കറികളും
എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഇതെല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറഞ്ഞത്. കപ്പയുണ്ട്, കപ്പയും മധുരക്കിഴങ്ങും 40 രൂപ കേട്ടോ. കപ്പയ്ക്കും അതെ മധുരക്കിഴങ്ങും അതെ, കിലോ 40 രൂപ. അതുപോലെ ഇത് കണ്ടില്ലേ, ഇത് ഈ കരിമ്പനയുടെ കിഴങ്ങാണ്, പനംകിഴങ്ങ്. ഇത് ഇവർ ഈ തമിഴ്നാട്ടിലുള്ളവർ പുഴുങ്ങിക്കഴിയും. ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. കരിമ്പനയുടെ കിഴങ്ങാണത്, നല്ല വിറ്റാമിനൊക്കെ ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഈ ചന്തയുടെ പുറവശം കണ്ടില്ലേ, വലിയൊരു താമരക്കുളമാണ്. അയ്യോ, അതെന്നാ വലിപ്പമാണെന്ന് നോക്കി. താമരയൊന്നുമില്ല, പച്ചക്കറികളെല്ലാം തന്നെ ഉണ്ട്. അതൊക്കെ വാങ്ങാനും കുറേ പേരെ നമുക്കിവിടെ കാണാം കേട്ടോ. പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ഉണക്കമീൻ വിൽക്കുന്നതാണ് കേട്ടോ. ഉണക്കമീനൊക്കെ ഇതേ കുറേശ്ശേ ഉള്ളൂ കേട്ടോ. എല്ലാം ഞാനിപ്പോൾ എല്ലാ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും കുറേശ്ശെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന മീനുണ്ട്, പിന്നെ നമ്മുടെ കൊഴുവയുണ്ട്, അതുപോലെ അതെ ചാള ഉണങ്ങി വെച്ചേക്കുന്നു. ഓ ഇതൊക്കെ അയ്യോടാ, ചെറിയൊരു ഷീറ്റ് വിരിച്ചേക്കുവാണ് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഐറ്റംസ്, മുളക്, എല്ലാം എണ്ണയാണ് വെച്ചേക്കുന്നത്. തക്കാളിയൊക്കെ എത്ര 5 തക്കാളി വീതം. അതുപോലെ വഴുതനങ്ങ എല്ലാം ഇത് കത്തിരിക്ക കണ്ടോ, എല്ലാം ഇത്രസേ ഉള്ളൂ. 10 രൂപ ഒരു കൂട്ടം, 10 രൂപ. ഇതോ 20 രൂപ, എല്ലാം 20 രൂപ. അല്ല ഇത് ഒരെണ്ണം 10 രൂപ എണ്ണത്തിനാണ്. ഇതോ 4 50. ഇത് നമ്മുടെ ചാള 10 രൂപയ്ക്ക് 4 എണ്ണം, അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഉള്ളി ഇറക്കുക. ഓക്കെ. ഈ ക്യാരറ്റ് എവളൊക്കെ 10 രൂപ ഒരു പ്ലേറ്റ്, 10 രൂപ. ഇത് മൊത്തം കൊടുക്കുമോ? മൊത്തം ഒരു ചിന്ന കവറിൽ അത് നാട്ടിൽ കൊണ്ടുപോകണ്ടതല്ലേ, കവറിലിട്ട് കൊണ്ടുപോയി. നല്ല ചെറിയ ക്യാരറ്റാ കേട്ടോ. 30 രൂപയ്ക്ക് ഒരുപാടുണ്ട്. ആ പാട്ടി അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് പോകാൻ തോന്നി കേട്ടോ. പോകാൻ കണ്ടിട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അതൊക്കെ ആ ചാക്ക് നിറയുണ്ട് കേട്ടോ. ഓ ഈ ചാക്ക് നിറയുണ്ടേ, ആ തീർന്നനുസരിച്ച് എടുത്തു വയ്ക്കുവാണ് കേട്ടോ. എന്താ 4 പ്ലേറ്റ്. ഞാൻ പറഞ്ഞ അക്കവാരി എടുത്തു. ചെറിയ ക്യാരറ്റാണ്. ഞാൻ വിചാരിച്ച അത്ര ആകെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവരിങ്ങനെ ഈ പുറകിൽ കുറേ ചാക്കുകളിലൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ എല്ലാം. അപ്പം 40 രൂപ അല്ലേ? 40 രൂപ. ഓ 40 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും ക്യാരറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെയും കുറേ പേരെ കാണാം കേട്ടോ, പല സാധനങ്ങൾ വിൽക്കാനായിട്ട്. ഇവിടെ പച്ചമീനാണേ, പച്ചമീൻ വിൽക്കുന്ന കേട്ടോ. അതിനോട് ചേർന്ന് ഈ കാണുന്നതൊക്കെ വീടുകളാണ്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. ആ വീടുകളോടൊക്കെ ചേർന്നാണ് ഈ ചന്തയുള്ളത് കേട്ടോ. പച്ചമീൻ ചൂരയുണ്ട്, വങ്കടമുണ്ട്, അയലുണ്ട്. ചാള എന്നാ വില? കിലോ 50 രൂപ. കിലോ അല്ല, കിലോ അല്ല കേട്ടോ. അതിങ്ങനെ എന്താ പറയുന്നത്, ഒരു പീസാണോ? 30 ചാള 50. നമ്മുടെ നാട്ടിലെ എന്താ കിലോയ്ക്കല്ല കേട്ടോ. അതിങ്ങനെ എണ്ണം അനുസരിച്ചാണ് ഇവർ റേറ്റൊക്കെ ഇട്ടേക്കുന്നത്. 3 അയല 100 രൂപ. ഇതെന്നാ മീൻ? ഇത് മുള്ളുവാള. ചൂര കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? 200 രൂപ പീസ് അല്ലേ? അങ്ങനെയൊക്കെയാണ് റേറ്റ് കേട്ടോ. അതെ, പൂച്ചകളും ഉണ്ട്, അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ടോ. ഇവിടെയൊക്കെ എല്ലാം മീനാട്ടോ. ഇവിടെ എല്ലാം മീൻ വിൽക്കുന്ന ചെറിയ തട്ടുകൾ. ഇതുണ്ടല്ലോ, അത് ഞണ്ട്, ചെറിയ ഞണ്ട്. ഇതെവളോ? 50 രൂപ. 50 രൂപ. എത്ര പീസ് എടുക്കുക? ഇത് മൊത്തം 50 രൂപ. അതുകൊണ്ടോ അത്ര 50 രൂപ കേട്ടോ. ചെറിയ ഞണ്ട്, പിന്നെ ചാളയും. ഈ തീരപ്രദേശമാണല്ലോ ഇതിനോടടുത്ത്, അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീനായിരിക്കും കേട്ടോ പിടിച്ച് കൊണ്ടുവരണേ. അതിനൊക്കെ ഈ മണലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഫ്രഷാണെന്ന് തോന്നിക്കാനാണോ? എന്തായാലും ഫ്രഷ് മീനാണ്, ഐസ് ഇടാത്ത മീനുകളാട്ടോ. അതാണ് പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ ഐസ് ഇട്ടല്ലേ കൊണ്ടിരുന്നത്. ഇത് പാരമീനാണത്? പാര അല്ലേ? ഇത് എത്ര കിലോ ഇറക്ക്? 2.5 കിലോ. എവളോ? 1000. പാര അതങ്ങനെ കട്ട് ചെയ്തും കൊടുക്കും കേട്ടോ അല്ലേ? കട്ട് ചെയ്ത്. അപ്പം മീനിൻ്റെ ഒക്കെ ഇങ്ങനെ വില പേശലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണേ. അപ്പോൾ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ, അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ദിവസവും നടത്തുന്ന വളരെ ചെറിയൊരു ചന്ത. ഇങ്ങനത്തെ ചന്തകളൊക്കെ വളരെ അപൂർവമല്ലേ. അപ്പോൾ ഈ ചന്ത ഒരു നിസ്സാര ചന്തയൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരെ, ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അവരെ ഉദ്ദേശിച്ച് നടത്തുന്നൊരു ചന്തയാണ്. അതുകൊണ്ട് തന്നെ അധികം ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ പുറത്തുനിന്ന് ഒന്ന് വാങ്ങിക്കാനായിട്ടൊന്നും അത്ര പേര് കേട്ടൊരു ചന്തയല്ലോ, അതുകൊണ്ടാണ് ഇത്രയും കുറേശ്ശെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ തമിഴ്നാട്ടിലാണ് ഇങ്ങനത്തെ ചന്തകളൊക്കെ ഇങ്ങനെ ഐറ്റംസ് കുറച്ച് പ്ലേറ്റിലൊക്കെ ഇട്ട് വിൽക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ എങ്ങനെ ആരും ഒത്തിരി ഇപ്പോൾ പച്ചക്കറി ആണെന്നുള്ള അങ്ങനെ കിലോ കണക്കിനല്ല വിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാലും നമുക്ക് ഇങ്ങനെ കുറേശ്ശെ വിൽക്കുന്ന കാണാം കേട്ടോ. അതുപോലെ തന്നെ തിരുവനന്തപുരം സൈഡിലേക്ക് വന്നാലും ഇതുപോലെയുള്ള ചന്തകൾ നമുക്ക് കാണാം. ഇങ്ങനെ ഒരു ചക്കയൊക്കെ ഉണ്ടെന്നുള്ള ചക്ക കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 5ഉം 10ഉം ചുളകളായിട്ട് വിൽക്കും. അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വിൽക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ചക്ക ആർക്കും വേണ്ട. ഈ തിരുവനന്തപുരം സൈഡിലേക്ക് വന്നാൽ ഇവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് 5 ചുളയൊക്കെ മേടിച്ചുകൊണ്ട് 5ഉം 10ഒക്കെ. ചക്ക മാത്രമല്ല, പച്ചക്കറികളെല്ലാം ഈ ചെറിയ തോതിൽ വിൽക്കുന്നത് ഈ തിരുവനന്തപുരം സൈഡിൽ. ഈ ഒരു സൈഡിലേക്ക് വന്നാൽ നമുക്ക് അങ്ങനെ കാണുന്ന ഒരു കാഴ്ച, ഒരു പതിവ് കാഴ്ച തന്നെയാണ്. അതുപോലെ മീനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതലും കിലോ കണക്കിലല്ല വിൽക്കുന്നത്, കുറച്ച് എണ്ണം ഇങ്ങനെ എടുത്തിട്ട് എന്താ പറയുക, ഒരു പങ്കെന്നൊക്കെ പറയും അല്ലേ, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് വിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. ഞാൻ തിരുവനന്തപുരം സൈഡിലൊക്കെ അങ്ങനെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ താമരക്കുളം ഈ ഗ്രാമീണരുടെ ഒരു കുളിക്കടവ് കൂടിയാണ് കേട്ടോ. ഇങ്ങനെ 2 സൈഡിലായിട്ട് പടവുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇവിടെ കുളിക്കാനും അലക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ സോപ്പിൻ്റെ കവറുകളും സോപ്പ് പൊടിയുടെ കവറുകളും ഷാമ്പു കവറുകളും എല്ലാം ആയിട്ടും, അതല്ലാതെ എല്ലാ മാലിന്യങ്ങളും കൊണ്ട് തള്ളുന്ന ഒരു കുളം കൂടിയാണ്. ഇതിൻ്റെ ഒരുപാട് വേസ്റ്റുകളൊക്കെ നിക്ഷേപിച്ചേക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ല അവിടെ കണ്ടിങ്ങനെ കേട്ടോ, നല്ല ഡെപ്ത് ഉണ്ടെന്ന് തോന്നുന്നത്. താമരയൊന്നും തന്നെ അങ്ങനെ പൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കുളത്തിൻ്റെയൊക്കെ അങ്ങ് അക്കരയിലൊക്കെ ആയിട്ട് ധാരാളം വീടുകളും നമുക്ക് കാണാം. അതിൻ്റെ പുറകിൽ നമുക്ക് വലിയ മലകളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു കോവിലുണ്ട്. അപ്പോൾ ആ കോവിൽ മാസാനം എന്നാണ് പറഞ്ഞത്, മാസാനം കോവിൽ എന്ന് പറഞ്ഞത്. നമുക്ക് അവിടെ വരുന്ന് പോകാം കേട്ടോ. ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാം കേട്ടോ നമുക്ക്, ഇതുണ്ടല്ലേ ആ കോവിലിനോട് ചേർന്ന്. ഈ കോവിലിൽ വർഷത്തിൽ ഇവർ നടത്തുന്ന ഉത്സവത്തിൽ ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങെന്ന് പറയുന്നത് ഇവിടെ ഈ പന്നികളെ കൊണ്ട് വെട്ടു കേട്ടോ, കുരുതി കൊടുക്കും. അപ്പോൾ അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നടത്തുന്നത്. അപ്പം കോവിലിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഈ കോവിലിൻ്റെ ചുറ്റുപാടൊക്കെ കിടക്കണമൊക്കെ മൊത്തം വൃത്തികേടായിട്ടാണേ. ഇതുകൊണ്ടല്ലേ ഇവിടെ എന്തൊക്കെയോ പൂജകളൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തീയ കത്തിച്ചതിൻ്റെ അതൊക്കെ കാണാം കേട്ടോ നമുക്ക്. അതുപോലെ ഇവിടെ പന്നികളെ മാത്രമല്ല കോഴികളൊക്കെ കുരുതി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇവിടെ കോഴി തൂവല് കണ്ടില്ലേ നിറച്ച് കിടക്കണ കണ്ടില്ലേ. ഓരോരോ ആചാരങ്ങളല്ലേ. അപ്പോൾ കോഴികളെ ഒന്നും കൊടുക്കുന്നില്ലായിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ ഒരു സംശയത്തിൻ്റെ പേര് പറഞ്ഞതാണ്. ഇവിടെ പ്രധാനമായിട്ട് ഈ പന്നികളെയാണ് വഴിപാടായിട്ട്, അതായത് ഇങ്ങനെ നേർച്ചയായിട്ട് കൊണ്ടുവന്ന് വെട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതെ, ആ കോവിലിനോട് ചേർന്ന് വലിയൊരു വാട്ടർ ടാങ്ക് നമുക്ക് കാണാം. തമിഴ്നാട്ടിൽ നമുക്കങ്ങനെ പരിചയമില്ലാത്ത ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ മാസാന സ്വാമിയുടെ കോവിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കോവിലിനോട് ചേർന്നത് ഈ കാണുന്നത് എന്തെന്നറിയോ, ഇത് ശ്മശാനമാണ്, ക്രെമറ്റോറിയമാണ് കേട്ടോ. മൃതദേഹം കൊണ്ടുവന്ന് ഇവിടെ ദഹിപ്പിക്കാനായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. അത് കണ്ടില്ലേ, അതേ നടുക്കായിട്ടൊരു കുഴി കാണാം. അപ്പം ഇതിൻ്റെ അകത്താണ് മൃതദേഹം ദഹിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇവിടെ ദഹന പ്രക്രിയയൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ചാരവും അതുപോലെ തന്നെ അസ്ഥികളൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഈ ചന്ദനത്തിരിയുടെയൊക്കെ ഈ സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ സ്മെല്ലിങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുവാണേ. അതുകൊണ്ടല്ലേ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കാണുന്നത്. കണ്ടോ, തീ കത്തിയിട്ടേ ഇതിങ്ങനെ വിറക് വെച്ച് കത്തിക്കുമായിരിക്കും. അത് കത്തിയിട്ട് അതിൻ്റെ വാർക്ക കണ്ടില്ല മൊത്തം കൈ പിടിച്ച് കറുത്തിരിക്കുന്നത്. അതിൻ്റെ ആ കോൺക്രീറ്റൊക്കെ ഇങ്ങനെ മൊത്തം പൊളിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. അതിനോട് ചേർന്നത് ഇങ്ങനെയൊരു കെട്ടിടം നമുക്ക് കാണാം കേട്ടോ. ഇത് ഈ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഈ സംസ്കാര ക്രിയകളൊക്കെ ഇല്ലേ, കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാവാം. ഇവിടെയൊക്കെ കാറ്റ് വരുമ്പോൾ തന്നെ ഈ സ്മെല്ലടിച്ച് മൂക്കിലേക്ക് കയറുവാണ് ചന്ദനത്തിരിയുടെയൊക്കെ. അതിൻ്റെ പിന്നിലായിട്ട് ഇത് കണ്ടില്ലേ, ഈ മണ്ണും അതുപോലെ മാലകളും എല്ലാം ഉണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കണുണ്ടല്ലേ. ആ സ്മെല്ലേ വേറൊരു ഫീല്, എൻ്റെ പൊന്നോ, വേറെ ഒരു മൂഡ് ക്രിയേറ്റീവ് ആണ് കേട്ടോ. ഇവിടെ ഈ വിറക് ഉപയോഗിച്ചാണ് ഈ മൃതദേഹങ്ങളൊക്കെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ തടികളൊക്കെ കൊണ്ടിട്ടേക്കുന്നതാണ്. അത് കണ്ടില്ലേ, ഇതെല്ലാം ഈ മൃതദേഹം ദഹിപ്പിക്കാനായിട്ട് കൊണ്ടിട്ടേക്കുന്നതാണ്. ഈ മൃതദേഹത്തിൽ കൊണ്ടിരുന്ന പട്ട് തുണികളൊക്കെ ഉണ്ടല്ലേ ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത്. ഈ ശ്മശാനത്തിനോട് ചേർന്നായിട്ട് അതിൻ്റെ പിന്നിലേ അവിടെ ഒരു കെട്ടിടം നമുക്ക് കാണാം. അതും ഇനി ശ്മശാനമായിരിക്കുമോ, കണ്ടിട്ടത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുവാന്ന് തോന്നണു. അത് കണ്ടോ, ഇതെന്താണെന്ന് കൃത്യം അറിയില്ല കേട്ടോ.
തമിഴിലാണ് എഴുതിയേക്കുന്നത്. അതൊക്കെ എല്ലാം തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. അതങ്ങനെ ഉപയോഗശൂന്യമായിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ. അതിനോട് ചേർന്നത് അവിടെ ഒരു കരിമ്പനയും അതുപോലെ ഒരു ബിൽഡിങ്ങോടെ നമുക്ക് ചെറിയൊരു ബിൽഡിങ്ങോടെ നമുക്ക് അവിടെ കാണാം. എന്തായാലും ഈ കോവിലിൻ്റെ മുന്നിൽ തന്നെ ഈ ശ്മശാനം കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത്, വേറെ ഒരു സ്ഥലവും ഇല്ലാണ്ട്. പിന്നെ ഇവരുടെ ആചാരങ്ങളൊക്കെ വ്യത്യാസമുണ്ടല്ലോ നമ്മുടേതായിട്ട്. അപ്പോൾ നമ്മൾ ആ കോവിലിൽ പോയിട്ട് വന്ന സമയം കൊണ്ട് ഇവിടുത്തെ ചന്തയൊക്കെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അക്കാ சந்தை வந்தால் எவ்வளோ டைம் இருக்குது? முடிஞ்சாச்சு. எவ்வளோ டைம் தான்? 2 മണിക്കൂർ. കാലം എപ്പോൾ സ്റ്റാർട്ട് ആവുന്നത്? 8 മണി. 8 മണി 10 മണിയാകുമ്പോഴത്തേനും ചന്ത കഴിയും കേട്ടോ. അപ്പോൾ ആ ചന്തയുടെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നിട്ടോ. നല്ല വെയിലായേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡാവുകയാണ്. പിന്നെ നടന്നു പോയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് മിസ്സാവും ബസ്സിൽ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ ചന്ത കണ്ടില്ലേ? അപ്പോൾ ഇനി അടുത്ത ഗ്രാമം ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഇത് ഇങ്ങനെ നല്ലൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പാടശേഖരങ്ങളാണ്, പച്ചപ്പരവതാനി വിരിച്ച പാടശേഖരങ്ങൾ. പക്ഷേ വെയിലായി പോയിട്ടോ. ആ പാടശേഖരങ്ങളുടെയൊക്കെ അതിർത്തിയിൽ കണ്ടില്ലേ വലിയ മലനിരകളൊക്കെ കാണാവേ. അത് നമ്മൾ ഈ കന്യാകുമാരി റൂട്ടിൽ പോകുമ്പം കാണാമല്ലോ, ഹൈവേയുടെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പം. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങൾ കാണാം. ഇവിടെയുണ്ട് വലിയ തെങ്ങിൻ തോട്ടങ്ങൾ, നമ്മൾ പൊള്ളാച്ചി കണ്ട പോലെ തന്നെ. അത്ര ഇല്ലെങ്കിൽ കൂടിയും എന്തായാലും നമ്മുടെ കേരളത്തിലേക്കാളൊക്കെ തെങ്ങിൻ തോട്ടങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ കേട്ടോ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ ഈ വരമ്പത്തൂടി കുറച്ച് ദൂരം അങ്ങ് നടക്കാൻ പോവാം കേട്ടോ. വെയിലൊന്നും കാര്യമാക്കുന്നില്ല, നല്ല കാറ്റുണ്ടേ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഇവിടെ ഒത്തിരി പേര് വന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടോ, മലയാളികളാണ് കേട്ടോ. ഈ പാടശേഖരം കണ്ടിട്ട് അത് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിർത്തിയതാണ്. നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി കൊക്കുകളുണ്ട്. കൊക്കുകളല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ദേശാടന പക്ഷികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറേ വർഷങ്ങളായി ഇവർ ഈ ഒരു സീസൺ ടൈമിൽ വരും കേട്ടോ. അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അത് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് പറന്ന് വരുന്നതാണ് കേട്ടോ. ഒരു ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പോകും. കൃത്യ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും കേട്ടോ. അവർക്കറിയാം, കറക്റ്റ് ആ റൂട്ട് മാപ്പൊക്കെ നോക്കിയാണ് പോരുന്നത്. എന്തായാലും മുന്നോട്ടിനി പോകാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ നല്ല ചെളിയാണ്, വരമ്പ് കണ്ടില്ലേ, പോയി കഴിഞ്ഞാൽ പണിയാവും. ചെളി താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവട്ടെ. അങ്ങ് ദൂരെ നിന്നൊക്കെ നോക്കി പുല്ല് കെട്ടുകളാക്കി തലച്ചുമട് ചുവന്ന് കൊണ്ടിരുന്നുണ്ടോ, ആടുമാടുകൾക്ക് കൊടുക്കാനായിട്ട് ഒരു ചേച്ചി ഒരു ചേട്ടനോടെ. അപ്പോൾ ഈ കണ്ടത്തിൽ കളപറിയും അതുപോലെ ജോലികളൊക്കെ ആയിട്ട് കുറേ പേരെ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ ഈ റോഡ് സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. ചെറിയൊരു കോവിലാണേ, കോവിലെന്ന് പറയാൻ പറ്റുമോ. ഇവിടെ ധാരാളം കല്ലുകൾ കാണാം. ആ കല്ലുകളിലെല്ലാം തന്നെ പിങ്ക് ചായം പൂശിയേക്കുവാണ്. അതിൽ ചില കല്ലുകൾ കണ്ടോ, അതിൽ നമുക്ക് പ്രതിഷ്ഠ കാണാവേ, ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളൊക്കെ നടത്തിയേക്കുന്നത് കാണാം. കല്ലിലിങ്ങനെ മുഖം ചെയ്തേക്കുന്നുണ്ടോ, ഇങ്ങനെ ലോഹത്തിൽ നിർമ്മിച്ചേക്കുന്നതാണേ. അതിൻ്റെ സമീപത്തായിട്ട് ഇങ്ങനെ ഒരു മരം കാണാം. ആ മരത്തിൽ തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കണുണ്ടോ, ഇതിങ്ങനെ നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് കുഞ്ഞുടുപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട് ആരോ. കുപ്പിവളകളും കരിവളയൊക്കെ കാണാം. ഈ കുട്ടികളൊക്കെ ഉണ്ടാകാത്തവർ അവരൊരു നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങളുണ്ട്. ഇതിപ്പം തേങ്ങ പൊതിച്ചിട്ട് ചകിരി ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഏകദേശം 200 ഏക്കർ തോട്ടമുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ. അവിടുന്ന് തേങ്ങ പൊതിച്ച ശേഷം ഇത് നാഗർകോവിലേക്ക് കൊണ്ടുപോകുന്നതാണ്, കയറ് പിരിക്കാനായിട്ട് ചകിരി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇതുകൊണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് താമരപ്പൊയ്കകളുണ്ട്. ആ ഗ്രാമത്തിൽ കണ്ട പോലെ തന്നെ വലിയൊരു താമരപ്പൊയ്കയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ. അതാണ് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നും ഇങ്ങനെയാണെന്നറിയില്ല, എന്തായാലും ആ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഈ വഴിയരികിൽ വീണ്ടും നമുക്കിത് ഇങ്ങനെ ഒരു കാഴ്ച കാണാം കേട്ടോ. ഇവിടെ വലിയൊരു പേരാലും അതുപോലെ തന്നെ അതിൻ്റെ പിറകിലായിട്ട് ആ താമരപ്പൊയ്ക, നമ്മളിപ്പോൾ കണ്ട താമരപ്പൊയ്ക തന്നെയാണ്. അവിടെ ആയിട്ട് കോവിലും കാണാം കേട്ടോ. കോവിലുണ്ട്, കോവിൽ അവിടെ നമുക്ക് കാണാം. ഈ പേരാൽ നിറയെ ഇങ്ങനെ പട്ട് തുണിക്കകത്ത് എന്തൊക്കെയോ കിടി രൂപത്തിൽ കെട്ടിയിട്ടേക്കുവാണ്. എന്താണെന്നറിയില്ല, അത് ചിരട്ടയാണ് കേട്ടോ, ചിരട്ടയാണ്. ചിരട്ടയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ നിറച്ചിട്ടായിരിക്കും ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നത് അല്ലേ. അതിനൊക്കെ ഒരുപാട് പഴക്കമുണ്ടെന്ന് കണ്ടിട്ട്, നിറമൊക്കെ മങ്ങിയിട്ടുണ്ട്. എന്നാൽ പുതിയതും കാണാം കണ്ടോ. ഇതൊക്കെ പുതിയ തേങ്ങയാണ്, പുതിയതായിട്ട് കെട്ടിയേക്കുന്ന കിഴികളാണ്. അങ്ങനെ ഒരുപാട് കിഴികൾ ഈ പേരാൽ നിറയെ നമുക്ക് കാണാം കേട്ടോ. ഏതൊക്കെ രീതിയിലുള്ള ആചാരങ്ങളാണല്ലേ തമിഴ്നാട്ടിൽ. ഇവിടെ നമുക്ക് ആ തൊട്ടിൽ കാണാം. നല്ല എന്താ പറയുക, സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ സ്മെല്ല്, ചന്ദനത്തിരികളുടെയൊക്കെ ஸ்மெல் ഇവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ടില്ലേ. ഇവിടെ ഇതാണ് കോവിൽ. அது அவங்க பார்க்க தான் வந்தேன். அது வீட்டில் தான் காமராஜ் நகரில் தான் வீடா. അവങ്ങളുടെ ഇത് കോവിൽ. அவங்க கோயில். ഇതൊരു വ്യക്തിയുടെ കോവിലാണ് കേട്ടോ. അപ്പം ഇത് ജ്യോതിഷിൻ്റെ ആണ്. ആളിങ്ങനെ ജ്യോതിഷമൊക്കെ പറയട്ടോ, കൈ നോക്കി നമ്മുടെ എന്താ പറയുക ഭൂതവും ഭാവിയും എല്ലാം പറയും കേട്ടോ. അപ്പോൾ ആളിവിടെ ഇല്ല. ആളെ അന്വേഷിച്ച് ഒരുപാട് പേരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിഷ്ഠകളും
ആ കിഴികളെല്ലാം കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ സാധാരണ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം വലിയ കൃഷിയിടങ്ങളൊക്കെ കാണുന്നതാണല്ലോ. അതായത് പച്ചക്കറികളൊക്കെ, പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത്. ഇവിടെ എങ്ങും തന്നെ അങ്ങനെ ഒരു കാഴ്ച കണ്ടില്ല കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും തെങ്ങും തോട്ടങ്ങളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളൊക്കെയാണ്. ഇവിടേക്ക് വന്നപ്പോഴത്തേനും വാഴ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഈ വാഴയുടെ ഇലകളൊക്കെ കണ്ടില്ല, മൊത്തം ഇങ്ങനെ ചന്നം പിന്നായിട്ട് കീറിയിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഈ കാറ്റധികം വീശുന്നതുകൊണ്ടാണ്, കാറ്റ് വീശിയിട്ട് കീറിപ്പോകുന്നതാണ് കേട്ടോ. എൻ്റെ അമ്മോ, അങ്ങനെ നമ്മുടെ നടപ്പിന് ഏകദേശം ഒരു ശമനം ഉണ്ടായിരിക്കുകയാണ്. ശുചീന്ദ്ര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററോളം നടന്നിപ്പം നമ്മളിത് മയിലാടി എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അയ്യോ, അല്പസമയം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി. ഇങ്ങനെയുള്ള കുറേ കൽബെഞ്ചുകൾ ഇവിടെ കല്ലാണ് പ്രധാനം. കല്ലിൻ്റെ കളികളാണ് കേട്ടോ. ഇങ്ങനെ ഒരു കൽബെഞ്ച് കിട്ടിക്കൊണ്ട് അല്പസമയം ഇരിക്കാമെന്ന് കരുതി. ഇവിടേക്കൊക്കെ ബസ്, ശുചീന്ദ്ര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊക്കെ ബസ് ധാരാളം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും അതേസമയം ഇരുന്നിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, നമ്മളങ്ങനെ ഇരുന്ന് പോകുള്ളൂ കേട്ടോ. എന്തായാലും നടപ്പ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം മയിലാടിയിലേക്ക് ഇതും കൂടെ കൂട്ടി 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഓണം ടൈമിൽ തോവാള പൂ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നപ്പം മയിലാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വിശേഷപ്പെട്ട കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം മയിലാടി ടൗണിൽ നിന്ന്, ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞത് ഇങ്ങനെ ഒരു വഴിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാം കേട്ടോ. ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ അത് ഇങ്ങനെ വാർക്ക കെട്ടിടങ്ങളാണ് കൂടുതൽ. ഇത് കണ്ടില്ലേ, ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത് കൂടുതലും തന്നെ വാർക്ക കെട്ടിടങ്ങളാണ്. അത് പല വർണ്ണങ്ങൾ പൂശിയേക്കുന്ന വീടുകൾ. ഇവിടെ പുതിയൊരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും 2 നില പണിയാനായിട്ടാണെന്ന് തോന്നുന്നു. ചെറിയൊരു വീട് കണ്ടോ. ഓ, അതൊരു വീടാണ് കേട്ടോ, ഒട്ടും വീതിയില്ല അതിന്. അതിൻ്റെ ഇടയ്ക്കോടെ തന്നെ ഇതുപോലെയുള്ള പഴയ വീടുകൾ കാണാം. ഇങ്ങനെയുള്ള കുറേ സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ ധാരാളം വീടുകൾ കാണാം കേട്ടോ. കണ്ടോ, അതൊക്കെ ഓരോ വീടുകളിലേക്ക് പോകുന്ന വഴികളാണ്. അപ്പോൾ ഈ മയിലാടി കന്യാകുമാരി ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. കൽശില്പ നിർമ്മാണ മേഖലയിൽ വളരെ പേര് കേട്ടൊരു ഗ്രാമമാണ്. ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് ഈ കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളും അങ്ങനെയുള്ള, അതായത് ദൈവങ്ങൾ ജനിക്കുന്ന ഒരു ഗ്രാമം എന്ന് പറയാം. വിഗ്രഹങ്ങളും കരകൗശല വസ്തുക്കളും അങ്ങനെയുള്ള എല്ലാം നിർമ്മിക്കുന്ന ഒരു ഗ്രാമമാണ് മയിലാടിയിൽ. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകൾ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ വന്നിട്ട് കയറിയ ഒരു സെയിം യൂണിറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ആ അണ്ണൻ നമുക്ക് അന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ്. അണ്ണൻ്റെ പേര് അയ്യപ്പൻ എന്നല്ലേ? ആ, അന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇവിടെ ഒരു പീഠം നിർമ്മിക്കുകയാണ് കേട്ടോ. പീഠം എന്താ, കല്ല് ചെത്തി ലെവലാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൽ ഇതുണ്ട അളവ് മാർക്ക് ചെയ്യുന്നുണ്ടല്ലേ, അതിൻ്റെ സ്കെച്ച് ഇട്ടിട്ട് അതനുസരിച്ച് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കും. അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കൊണ്ടുവന്നിട്ടേക്കുന്നതെല്ലാം കല്ല് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. പല വലുപ്പത്തിലും ആകൃതിയിലൊക്കെയുള്ള ഇതൊക്കെ ശില്പങ്ങൾ നിർമ്മിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞ വീട്ടിൽ കണ്ട ഒരു ശില്പങ്ങൾ എപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ മയിലാടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മയിലാടിയിൽ മാത്രമല്ല, നമ്മൾ ശുചീന്ദ്ര ക്ഷേത്രത്തിൽ നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് പോന്നു കഴിഞ്ഞാൽ ഒരുപാട് യൂണിറ്റുകളാണ്. എങ്കിൽ കൂടി ഈ മയിലാടിയാണ് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പേര് കേട്ട ഒരു ഗ്രാമമായിട്ട്. ഇവിടെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ മയിലാടിക്ക് ഏകദേശം 600 വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 600 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്നവരുടെ പൂർവികരായിട്ട് ആരംഭിച്ച ഒരു തൊഴിലായിരുന്നു. അതായത് ഇവിടുത്തെ ഈ ശില്പങ്ങളെല്ലാം തന്നെ കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്നതാണ്. വേറെ ഒരു വസ്തുക്കളിലും നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിക്കുന്ന ശില്പങ്ങളും കരകൗശല വസ്തുക്കളും പാത്രങ്ങളൊക്കെയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഈ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. അമ്പലങ്ങളിലേക്കൊക്കെ വേണ്ടി പ്രതിഷ്ഠയ്ക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കേരളത്തിലേക്കും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ശില്പങ്ങൾ നിർമ്മിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശില്പങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇവിടെ കോറികളുണ്ട്, ഒരുപാട് കോറികളുണ്ട്. അവിടുന്ന് കട്ട് ചെയ്യണ പാറയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ മൊത്തം ഈ മയിലാടിയിൽ ഉള്ള കോറികളിൽ നിന്ന് പാറ കട്ട് ചെയ്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പാറ ഇവർക്ക് അധികം ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ ശില്പം നിർമ്മിക്കുന്നതിന് പ്രത്യേക രീതിയിലുള്ള പാറകളൊക്കെ വേണമല്ലോ കൊത്തി ഉണ്ടാക്കുന്നതിന്. അപ്പോൾ അത് ഇവിടെ അധികം ഇപ്പം ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മധുര ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വലിയ പാറകൾ കട്ട് ചെയ്ത് ബ്ലോക്കുകളായിട്ട് ഇവിടേക്ക് റോഡ് മാർഗം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കല്ലുകളൊക്കെ പല വലിപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് ഒരുപാട് യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്ല് ബ്ലോക്കുകളായിട്ട് അല്ലെങ്കിൽ പല വലിപ്പത്തിൽ കട്ട് ചെയ്ത ശേഷം ഈ യൂണിറ്റുകളിലേക്ക് എത്തിച്ച് ഇവിടെ ഈ ശില്പ നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ആ ഒരു പാറയുടെ ബ്ലോക്കിൽ
ഏത് ശില്പമാണോ നിർമ്മിക്കേണ്ടത് അത് പെൻസിൽ ഉപയോഗിച്ച് സ്കെച്ച് ചെയ്യും. അതിനുശേഷം മാർക്കർ ഉപയോഗിച്ച് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സ്കെച്ച് ചെയ്ത ശേഷം ഉളി വെച്ചിട്ട് കൊത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് പൂർണ്ണമായിട്ടും ഉളി വെച്ച് പല രീതിയിലുള്ള ഉളികൾ വെച്ച് കൊത്തിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ നൂതനമായിട്ടുള്ള കുറേ മിഷറീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ കൂടെ ഇവർക്ക് പണി എളുപ്പമായി. അതുപോലെ പ്രൊഡക്ഷൻ കുറേ കൂടെ അത് കൂടാനും സഹായിക്കും. അതുപോലെ തന്നെ ശില്പങ്ങളുടെ വിലയൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിക്കില്ല കേട്ടോ. അതിൻ്റെ വലിപ്പവും അതിൽ ചെയ്തേക്കുന്ന വർക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു പ്രൈസൊക്കെ ഇവർ പറയുന്നത് കേട്ടോ. അപ്പം അന്ന് ആ ഒരു വീഡിയോയിൽ എണ്ണം പറഞ്ഞത് ഒരടി വലിപ്പമുള്ള ഒരു അത്യാവശ്യം വർക്കുള്ള ഒരു ഗണപതി നിർമ്മിച്ച് ഏകദേശം 6 ദിവസം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. അത് നിർമ്മിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചിലവ് വരുന്നത്, അതായത് നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8,000 രൂപ ആ റേഞ്ചിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു റേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ പറയുന്ന പോലെ എത്രത്തോളം അതിൽ വർക്ക് ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ട് അതനുസരിച്ച് ടൈം കൂടും. അപ്പോൾ ആ ടൈമെല്ലാം വെച്ചിട്ടാണ് ഇവർ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഗ്രാമത്തിൽ ഈ ജോലി ചെയ്യുന്നവർ ഇവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഈ ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ യവക്കണക്കുകൾ എന്നൊക്കെ പറയുന്നത്, അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇവിടെ ഈ നിർമ്മാണ യൂണിറ്റുകളല്ലാതെ തന്നെ ഈ ശില്പങ്ങളും അതുപോലെ ഇതുപോലെയുള്ള ഈ കല്ലുകളൊക്കെ ഇല്ലേ, ഇടിക്കല്ലുകളൊക്കെ മരുന്നൊക്കെ ഇടിക്കുന്നത്, അതൊക്കെ വിൽക്കാനായിട്ടുള്ള ഷോപ്പുകളും കാണാം കേട്ടോ. ഇതിവിടെ നമുക്കൊരു തുളസിത്തറ കാണാം. ഇതിൻ്റെ റേറ്റ് എவ்வளോ ഒക്കെ? അത് 20,000 അല്ലേ? 20,000. പിന്നെ ഇങ്ങനെയുള്ള മരുന്നൊക്കെ ഇടിക്കുന്ന കല്ലുകൾ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിക്കാനായിട്ട് കൊറിയർ ഫെസിലിറ്റി ഇല്ല, കൊറിയറൊന്നും ഇല്ല കേട്ടോ. ഇവിടെ തന്നെ നേരിട്ട് വന്ന് വാങ്ങിക്കേണ്ടി വരും. എന്തേ ഈ ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ ഇടിക്കാനായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. 150 രൂപ. അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റിലുള്ള വ്യത്യാസം. പിന്നെ അരകല്ലും അമ്മിക്കല്ലും അത് കണ്ടില്ലേ, ഇതൊക്കെ 700 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഒരടി എടുക്കുക. ഇത് റേറ്റ് എவ்வளோ ഇത്? ഓക്കെ 8,000 6,000. ഇതിൽ ഡീറ്റെയിലിങ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും. ഇതിലധികം ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ ആനകളുടെ വിഗ്രഹങ്ങൾ, അങ്ങനെ എന്ത് വേണമെന്നുണ്ടോ, നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിർമ്മിക്കാൻ അറിയാവുന്ന ശില്പികളാണ് ഈ ഗ്രാമത്തിലുള്ളത് കേട്ടോ. അപ്പോൾ മയിലാടി ഗ്രാമത്തിൽ നിന്ന് തിരികെ കാലത്ത് നമ്മൾ യാത്ര ആരംഭിച്ച ശുചീന്ദ്ര ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മയിലാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാഗർകോവിലിൽ നിന്ന് ബസ് കിട്ടുമേ. കന്യാകുമാരി ബസ്സിൽ കയറരുത്, അത് ബൈപ്പാസ് വഴിയൊക്കെ പോകുള്ളൂ. മയിലാടിക്ക് ബസ് അവൈലബിൾ ആണ്. നമ്മളിപ്പം രാവിലെ ഇവിടെ ഇറങ്ങിയോണ്ടല്ലേ ഇവിടുന്ന് കയറിപ്പോയത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഈ ശുചീന്ദ്രത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉള്ളൂ. 6 രൂപ പോയിൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ മയിലാടി വീഡിയോ ചെയ്തപ്പം ആ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവിടുത്തെ നമ്പർ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്പർ നമ്മൾ കളക്ട് ചെയ്തില്ലായിരുന്നില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഇവിടെ നോക്കി, ഈ കുളത്തിനോട് ചേർന്ന് വലിയൊരു പാറ, ആ പാറ അങ്ങനെ പൊട്ടിച്ച് നിൽക്കാതെ നിലനിർത്തിയേക്കുവാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറി നീങ്ങിയാലത് അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നല്ല കടും പച്ച കളർ. അതിൻ്റെ നടുക്കായിട്ട് ഒരു ഗോപുരം കാണാം. പിന്നെ ആ കാണുന്ന ആ ഒരു സ്വർണ്ണ കളറിൽ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമൊക്കെയായിട്ട് വളരെ സാമ്യമുണ്ടേ. അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ കരയിൽ എന്തൊക്കെയോ നവീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ട കുറേ ഭാഗമൊക്കെ ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ കെട്ടാനായിട്ടുള്ള ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുളത്തിന് ചുറ്റുമായിട്ട് പഴയ കെട്ടിടങ്ങളും അതുപോലെ അഗ്രഹാരങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. കേരള തമിഴ് ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരമൊക്കെ നിർമ്മിച്ചേക്കുന്നത്. എന്തായാലും രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ ശുചീന്ദ്രമൊക്കെ. അപ്പോൾ കന്യാകുമാരി തമിഴ്നാടിന് വിട്ടുകൊടുത്തപ്പോഴാണ് ഈ ശുചീന്ദ്രം അതുപോലെ തന്നെ ഈ ക്ഷേത്രമൊക്കെ തമിഴ്നാടിൻ്റെ അണ്ടറിലായത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ക്ഷേത്രമല്ലേ, ഇത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് കേട്ടോ. അതിന് മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ത്രിമൂർത്തികളുടെയാണ്, ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്. അപ്പോൾ ആ 3 പ്രതിഷ്ഠകളും അറിയപ്പെടുന്നത് സ്ഥാണുമാലയൻ എന്നാണ്. അതായത് സ്ഥാണു എന്ന് പറയുന്നത് ശിവനും, മാല എന്നാൽ വിഷ്ണുവും, അയൻ എന്നാൽ ബ്രഹ്മാവ്. അങ്ങനെ സ്ഥാണുമാലയൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗോപുരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 44 മീറ്ററാണ്, അതായത് 144 അടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമായിട്ട് അതിൻ്റെ ഉയരത്തിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഏകദേശം രൂപമൊക്കെ അങ്ങനെ തോന്നുമെങ്കിലും. പിന്നെ ഈ ഇവിടെ ഒരു ഹനുമാൻ്റെ ഒറ്റക്കല്ലിൽ തീർത്തേക്കുന്ന ഹനുമാൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്.
അത് 22 അടി ഹൈറ്റ് വരുന്ന സ്റ്റാച്ചു ആണ്. അത് ഈ ക്ഷേത്രത്തിൻ്റെ അകത്താണെന്ന് അറിയില്ല. എന്തായാലും അകത്തേക്ക് നമുക്ക് ഇവിടെ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, അനുവദിക്കില്ല. ആ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, അകത്തേക്ക് ക്യാമറ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ആ വലിയ സ്റ്റാച്ചു ഒക്കെ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ അകത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാലിക്കേണ്ട അതേ ചിട്ടവട്ടങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പാലിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനം ശുചീന്ദ്രത്തെ തേരോട്ടമാണ് ഏറ്റവും ഇവിടുത്തെ പ്രധാനം എന്ന് പറയുന്നത് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് വലിയ 2 തേരുകൾ കാണാം. അത് രണ്ടും 2 വലുപ്പത്തിലുള്ളതാണ്. അതിങ്ങനെ രണ്ടും വലിച്ചുകൊണ്ടും ആ ദിവസം മൊത്തം അലങ്കരിച്ചിട്ട് അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞിട്ടുണ്ട്, ജനുവരി ആദ്യത്തെ ആഴ്ചയിലായിരുന്നു. അതുപോലെ തന്നെ ആ തേര് രണ്ട് വലുപ്പത്തിലുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ തേരെന്ന് പറയുന്നത് ഏകദേശം ഒരു 2 നില വീടിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത് നിറച്ചിങ്ങനെ തടിയിൽ ചെയ്തേക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള കൊത്തുപണികൾ. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലാണെന്നുണ്ടെങ്കിൽ നിറയെ രൂപങ്ങൾ, കൊത്തുപണികൾ, കല്ലിൽ ചെയ്തേക്കുന്ന കൊത്തുപണികളാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പൂർണ്ണതയിലുള്ള രൂപങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഗമായിരുന്നുകൊണ്ട് തന്നെ മലയാളികളൊക്കെ ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ മലയാളികൾ പോകാത്ത ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ഏതാ ഉള്ളത്? വളരെ ചുരുക്കമായിരിക്കും. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ മലയാളികൾ പോകുന്നതല്ലേ, ഈ വിനോദയാത്രയായിട്ടും അതുപോലെ തീർത്ഥാടനമൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നതല്ലേ. അങ്ങനെ ഒരുപാട് പേര് വരുന്നൊരു ക്ഷേത്രമാണ്. പിന്നെ കന്യാകുമാരി പോകുമ്പം ഇവിടെ ഇറങ്ങിയിട്ടും അങ്ങനെ കന്യാകുമാരിക്ക് പോകുന്നവരുമുണ്ട്. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലൂടെ നമ്മൾ നടത്തിയ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.